ഓക്കെ, നോക്കിക്കോളൂ. ഇനിയും നമ്മൾ എന്താ എടുക്കുന്നത്? ഇനി അടുത്ത കണ്ടീഷൻ, ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? if x ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് if x ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 മൈനസ് എക്സ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 പ്ലസ് എക്സ് എന്ന് വരുന്നു. അപ്പോൾ ഒരിക്കലും എന്താ എക്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2, ഈ കണ്ടീഷൻ പോസിബിൾ അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ കണ്ടീഷൻ എടുക്കാം. അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ എക്സ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ 1 മീറ്റർ ദൂരത്തിലാണെങ്കിൽ ഇവിടെ നിന്ന് എന്താ 1 മീറ്റർ ദൂരത്തിൽ. അപ്പോൾ കൃത്യം സെൻട്രലാണെന്ന് അർത്ഥം. കൃത്യം സെൻട്രലായിരിക്കണമെങ്കിൽ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കണം? കൃത്യം സെൻട്രലാണ്, ഇക്വിലിബ്രിയത്തിലുമാണെങ്കിൽ ഇതിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരുന്നാലേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ സൈൻ ഓഫ് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുമ്പോൾ ഫൈനലി നമുക്ക് എന്തെടുക്കാം? സൈൻ ഓഫ് ക്യാപിറ്റൽ ക്യൂ ഈസ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇവിടെ ഇപ്പം നോക്കിയേ, അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ക്യൂ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ക്യൂ. പോസിറ്റീവ് രണ്ടിടത്തും പോസിറ്റീവ് ക്യൂ ആണ്. ഇതിനിടയ്ക്ക് ഒരു നെഗറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കുക. എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. കാരണം ഇതാണ് അട്രാക്ട് ചെയ്യുന്നത്, ഇല്ലേ? ശരിയല്ലേ? ഇതിങ്ങോട്ട് അട്രാക്ട് ചെയ്യും, കാരണം ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് അത്ര അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി ദൂരെയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ എന്താ? ഇത് അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ലെങ്കിൽ കൃത്യം അതിൻ്റെ സെൻട്രലായിരിക്കും. അപ്പം ഇതെന്തായാലും നെഗറ്റീവ് ആയാലേ പറ്റത്തുള്ളൂ. ഇത് പോസിറ്റീവ് ആയാൽ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഇതിൻ്റെ ചാർജ് ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കണം. പ്ലേസ് ദറ്റ് മിഡ് പോയിന്റ്. അപ്പം സൈൻ ഓഫ് ചാർജ് ഈസ് നെഗറ്റീവ് ആൻഡ് ഈസ് പ്ലേസ് ദറ്റ് മിഡ് പോയിന്റ്. ഇത്രയേ ഉള്ളേ.